ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് പറഞ്ഞ് നിർത്തിയത്. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് ആയവന് എന്നേക്കും മഹത്വവും ബലവും ആണ്. നമ്മൾ ഈ വാക്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത 3 കാര്യങ്ങൾ: നമ്മെ സ്നേഹിച്ചു, തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു, കർത്താവ് നമ്മെ നമുക്ക് വേണ്ടി നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. ആ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അപ്പൊ അത് ഓരോന്നായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയതാണ്. നമ്മുടെ പാപം പോക്കി, മനുഷ്യന്റെ പാപം പോക്കാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. അപ്പൊ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന 9 കൂട്ടം അനുഗ്രഹങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ 1-2 കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അത് ബാക്കി നമുക്ക് ഈ ആഴ്ച ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ ചിന്തിക്കാം. ശരി, യേശുവിന്റെ രക്തത്തിന് വലിയ വിലയേറിയ രക്തം, ആ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മെ ദൈവത്തിന് നമ്മളെ രാജ്യം എന്നല്ല, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് നമുക്ക് അടുത്ത ഇതിലേക്ക് ഞാൻ വരാം. രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന 9 കൂട്ടം അനുഗ്രഹങ്ങൾ. 1, ദൈവസഭ രക്തത്താൽ തനിക്ക് സമ്പാദ്യമായി മേടിച്ചതായി. സമ്പാദ്യമായി ദൈവസഭ എന്ന് പറയുന്നത് രക്തത്താൽ സമ്പാദിച്ചതാണ്. അപ്പൊ അതിനൊരു വില മുടക്കി, തന്റെ സമ്പാദ്യമാണ്. എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മലാക്കിയുടെ പ്രവചനം നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ ഒന്നുകൂടെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ നിക്ഷേപമാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ നിക്ഷേപം, ദൈവത്തിന്റെ നിക്ഷേപം. അപ്പൊ നിക്ഷേപം ഉള്ളിടത്താണ് ഹൃദയം ഇരിക്കുന്നത് കർത്താവ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ തന്റെ നിക്ഷേപമാക്കി മാറ്റിയെങ്കിൽ പിതാവിന്റെ ഹൃദയം നമ്മുടെ മേലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. ഇപ്പൊ രണ്ടാമത്തേത്, യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ കാര്യം നമ്മെ ശുദ്ധീകരിക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന 5 കൂട്ടം ശുദ്ധീകരണങ്ങളുണ്ട്. 5 വിധത്തിലാണ് നമുക്ക് ശുദ്ധീകരണം കിട്ടുന്നത്. 1, രക്തത്താലുള്ള ശുദ്ധീകരണമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു. രക്തത്താലുള്ള ശുദ്ധീകരണം. 2, വചനത്താലുള്ള ശുദ്ധീകരണം. 3, ആത്മാവിനാലുള്ള ശുദ്ധീകരണം. 4-മത്തേത് നമ്മൾ തന്നെ ചെയ്യേണ്ട ശുദ്ധീകരണമാണ്. സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. എല്ലാവരോടും സമാധാനമായിട്ടിരിക്കും. ആരോടും വേണം ഇന്ന വീട്ടിൽ പോകത്തില്ല, ഇന്നാരോടും മിണ്ടത്തില്ല എന്നുള്ള പരിപാടി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പെന്തക്കോസ്തുകാർക്ക് അത് ഉണ്ടാകരുത്. എല്ലാവരോടും സമാധാനമായിരിക്കും. വീട്ടിനടുത്തുള്ള അയൽവക്കക്കാരോട് സമാധാനമായിരിക്കണം. അടുത്ത ടേബിളിലിരുന്ന് ജോലി ചെയ്യുന്നവരോട് സമാധാനമായിരിക്കണം. സഭയിലെ തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് സമാധാനമായിരിക്കണം. വീട്ടിലുള്ളവരോട് സമാധാനമായിരിക്കണം. എല്ലാവരോടും സമാധാനം ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരോടും വഴക്കിന് പോകേണ്ട കാര്യം വരത്തില്ല. എല്ലാവരോടും സമാധാനം. ഈ 4 ശുദ്ധീകരണങ്ങൾ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ 5-മത് ദൈവം നമുക്ക് തരുന്ന ശുദ്ധീകരണമാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. കർത്തൃമേശയ്ക്ക് വായിക്കുന്ന വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് കർത്തൃമേശയ്ക്ക് വായിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒടുവിലത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ കർത്താവ് ബാലശിക്ഷ തരും.
അപ്പം ബാലന്മാരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ ബാലനെ ശിക്ഷിക്കുന്നത്? ഇങ്ങോട്ട് വാടാ മോനെ എന്ന് പറയുമ്പോൾ എന്താ ഡാഡി വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വായി നാക്കിടുന്നതിന് മുമ്പേ ഡാഡിയുടെ അടുക്കൽ വരുന്ന മകനെ കൈ കൊണ്ട് പിടിച്ച് ചൂരലെടുത്ത് എന്തിനാടാ ഇത്രയും നേരത്തെ വന്നതെന്ന് ചോദിച്ച ഒരു പിതാവ് അടിക്കാറില്ല. അടിക്കുന്നതിന്റെ കാരണം ഒന്നിട്ട് വിളിച്ചിട്ട് 2 പ്രാവശ്യം വന്നില്ല, 3 പ്രാവശ്യം വന്നില്ല, പിന്നെ വടിയെടുക്കണം. അപ്പൊ അതുപോലെ ബാലശിക്ഷയ്ക്കായിട്ട് നിൽക്കരുത്, അടി കിട്ടാനായിട്ട് ഇരിക്കരുത്. അപ്പൊ ഈ കർത്താവിനെ അനുസരിപ്പാൻ ഇടയായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അനുഗ്രഹമാണ്. ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കൾ. അവനെ കൈക്കൊണ്ട് ഒരു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രസംഗിച്ചവൻ പറഞ്ഞു, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ സഭയിൽ എടുത്തത്. ആ പ്രാർത്ഥന ബന്ധുക്കോസാരായ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്തതിന് 5 കാരണങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ അതൊരു പ്രാർത്ഥനയുടെ ഒരു മോഡലാണ്. ആരോട് പ്രാർത്ഥിക്കണം, എന്തിനായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു മോഡലാണ്. ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം പിതാവിനോട് എന്താണ് പ്രാർത്ഥന? ശരിക്കും എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ അതിന് നിർവചനം കൊടുത്തു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിൽ പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരു നിർവചനം അതാണ്. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ചിലർ ചോദിക്കാറുണ്ട്, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവായ ദൈവത്തോട് പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചോദിക്കുന്നതാണ്, പറയുന്നതാണ്, ഇടപെടുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചാൽ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പിതാവെ എന്ന് വിളിക്കണമെങ്കിൽ മക്കളാവണം. മക്കളായെങ്കിൽ മാത്രമേ പിതാവിനെ എന്ന് വിളിക്കാനും പറ്റും. അപ്പൊ എങ്ങനെയാണ് മക്കളാകുന്നത്? അത് 9 വിധ പടികളുണ്ട്. 9 പടികൾ കയറണം. പുത്രത്വം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യത്തിൽ നിൽക്കുന്നതല്ല, 9 പടികളുണ്ട്. അതിലേറ്റവും ആദ്യത്തേതാണ് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനാണ് അധികാരം കൊടുത്തു എന്നാണ്. അപ്പൊ എല്ലാ ജാതിയിലും എല്ലാ രാജ്യത്തും എല്ലാ ഇടങ്ങളിലും ഉള്ള എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ മക്കളായി മാറാനായിട്ട് സാധിക്കും. അപ്പൊ മക്കൾക്ക് മാത്രമേ പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ പ്രായമുള്ള ആളുകളെ ഡാഡി എന്നൊക്കെ വിളിക്കാറുണ്ട്. പലരും അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളെ അപ്പച്ചാന്ന് വിളിക്കാറുണ്ട്. അപ്പച്ചാന്ന് വിളിച്ചത് കൊണ്ടോ ഡാഡി എന്ന് വിളിച്ചത് കൊണ്ടോ ഒരു 5-6 മാസം വിളിച്ചു. അവര് ആ അപ്പച്ചൻ സ്വത്ത് വിഭാഗിക്കുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് അപ്പച്ചനെ ഞാൻ 4 മാസം അപ്പച്ചാന്ന് വിളിച്ചതാ, എനിക്കും കൂടെ അവകാശം തന്നെന്ന് പറഞ്ഞ് ഓടിക്കൊള്ളാൻ പറഞ്ഞു. വിവരം അറിയും, കൊടുക്കുകയല്ല. അപ്പൊ യഥാർത്ഥത്തിൽ മക്കളായവർക്ക് മാത്രമേ അപ്പന്റെ അവകാശമുള്ളൂ. അതുപോലെ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. മക്കളായവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അപ്പോൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള പ്രാഥമികമായ യോഗ്യത എന്ന് പറയുന്നത് മക്കളായി തീരുക എന്നുള്ളത്. അപ്പൊ മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. 9 പടികളുണ്ട്. ഞാൻ ആ ഭാഗം ഇടുകയാണ്. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങള് ഒന്ന് ശുദ്ധീകരണമാണ്. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞു വന്നത്, ശുദ്ധീകരണമാണ്. ഇപ്പൊ ശുദ്ധീകരണം നമുക്ക് ലഭിക്കുന്നത് ബാലശിക്ഷയിലുള്ള ശുദ്ധീകരണം കിട്ടാൻ ഇടയാകാതെ അനുസരണയുള്ള മക്കളെ പോലെ പ്രിയ മക്കളായിട്ട് പറയുന്നത് കേൾക്കുന്ന അനുസരിക്കുന്ന മക്കളായിട്ട് മാറുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തക്കൊണ്ടിടയായി തീരുന്നത്. എല്ലാ വിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക, അനുസരണമുള്ള മക്കളായിട്ട് മാറുക, അനുസരിക്കുക. ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആശിക്കുന്നത്. മൂന്നാമത്തേത്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ നിങ്ങളുടെ വേദോസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വാക്യം എടുത്ത് വെക്കണം. ഞാൻ വായിക്കാം. 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഒരു വലിയ വാക്യമാണ്. ഞാൻ അതിനെ അങ്ങ് ചുരുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കുക. യേശുക്രിസ്തുവിന്റെ രക്തമാണ്
ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കും. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം അതാണ്. ഒരാളിനെ ദൈവത്തെ ആരാധിക്കാൻ യോഗ്യനാക്കി തീർക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. രക്തം കൂടാതെ വിമോചനമില്ലെന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത്. നമുക്ക് ആരാധിപ്പാൻ യോഗ്യതയില്ല, നമ്മൾ വിശുദ്ധരല്ല. എന്നാൽ യേശുക്രിസ്തു രക്തത്താൽ നമ്മളെ കർത്താവ് ശുദ്ധീകരിച്ച് നമ്മളെ വിശുദ്ധീകരിച്ച് തന്നെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ 5 കാര്യങ്ങൾ ഉണ്ടാകും. 5 കാര്യങ്ങൾ വേണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദൈവസന്നിധിയിൽ ചെന്ന് അത് തരണേ, ഇത് തരണേ, ആ കാര്യം തരണേ, ഈ കാര്യം തരണേ എന്ന് പറയുകയാണ്. അപ്പൊ അതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ 5 കാര്യങ്ങൾ വേണം. പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധൂപവർഗം ഉണ്ടാക്കാറുണ്ട്. അത് പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ധൂപവർഗം. പ്രാകാരമുണ്ട്. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങൾ സമാഗമന കൂടാരത്തിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ അവിടെ 3 ഉപകരണങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് 2 ഉപകരണങ്ങളുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്ത് തിരശീലയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് ധൂപപീഠം എന്ന് പറയും. അപ്പൊ അവിടെ കയറുന്ന പുരോഹിതൻ അതിന് പ്രത്യേകാൽ ഉണ്ടാക്കാൻ ദൈവം കൽപ്പന കൊടുത്ത ധൂപവർഗം അവിടെ ആ ധൂപപീഠത്തിൽ അർപ്പിക്കുകയാണ്. അപ്പൊ അവിടെ പുക പോകും. അപ്പൊ ഇത് എന്തിനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം ദൈവസന്നിധിയിലേക്ക് അത് കയറുകയാണ്. അപ്പൊ ഈ ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവജനത്തിന് മാത്രം ദൈവം കൊടുത്തൊരു അവകാശമാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഈ പുതിയ നിയമത്തിൽ നമ്മൾ ധൂപം അർപ്പിക്കാറില്ല. വെളിയില് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ അവിടെ പുകയൊന്നും കത്തിക്കാറില്ല, പുക ഉണ്ടാക്കാറില്ല. എന്നാൽ അന്യാരാധനയുടെ ഭാഗമാണ് ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവം എന്ത് കൽപ്പിച്ചോ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പിശാചിന്റെ പരിപാടിയാണ്. ഏത് അന്യാരാധനയുടെയും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത്. ഹോശേയ പ്രവചനത്തില് നമുക്കത് കാണാനായിട്ട് കഴിയും. അന്യാരാധനയെ ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് ഹോശേയ പ്രവാചകൻ പറയുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഇസ്രായേലിനെ കുറിച്ച് അവൾ പറയുന്നത്, അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തന്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും. അപ്പൊ ദൈവം അവളെ ന്യായം വിധിക്കുന്ന പറയുന്നത്. അപ്പൊ ബാൽ വിഗ്രഹങ്ങളുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. ഒന്ന്, ധൂപം കാണിക്കുക എന്നുള്ളത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും അന്യാരാധന നടക്കുന്നതിന്റെ പ്രാരംഭ പടി എന്ന് പറയുന്നത് ധൂപം വീശുക. മനസ്സിലാവുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പള്ളി ചെന്നാൽ അവിടെ ഉണ്ട്, പിന്നെ അമ്പലത്തിൽ ചെന്നാൽ അവിടെ ഉണ്ട്. മുസ്ലിങ്ങളുടെ കവറിടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ കുന്തിരിക്കം പോയിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഏത് ആരാധനയുടെയും ഇനി എന്തിന് ഒരു ഹൈന്ദവ സഹോദരൻ ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് 2 തിരി കത്തിച്ച് വെക്കുക എന്നുള്ളത്. അപ്പൊ ഈ ധൂപം കാണിക്കുന്നിടത്ത് എന്തിനാണ് അത് കത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ധൂപം അർപ്പിക്കുന്ന ഇടത്ത് സാത്താന്യ ലോകം ഉണരും. അവിടേക്ക് പിശാചുക്കൾ ഈച്ച എരച്ച് കയറി വരുന്നത് പോലെ എരച്ച് കയറി വരും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് എത്രമാത്രം നിങ്ങൾ അംഗീകരിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടും. നമ്മുടെ വീട്ടിൽ പോലും സദ്യക്ക് മീന്റെ മണം മാറാൻ വേണ്ടിയിട്ട് കുന്തിരിക്കം പോയിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുന്തിരിക്കം മേടിച്ച് പോയിക്കും. കുഴപ്പം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴിക്ക് പോകുന്ന ഒരു 5-6 പിന്നെ രാവിലെ പ്രഭാത ഭക്ഷണമായിട്ടായിരിക്കും കഴിക്കുക. പിടികിട്ടിയെന്ന് കരുതുന്നു.
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതിനെ അട്രാക്റ്റീവ്, സാത്താന്യ ലോകത്തെ ആകർഷിക്കുന്നതാണ് ധൂപം കഴിയുക. കാരണം ദൈവം പറഞ്ഞത് അവിടെ ആലയത്തിൽ മാത്രം ധൂപം കാണിക്കണം, അത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നിഴലായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് വേറെ അതുപോലെ ഉണ്ടാക്കരുത്, വേറെ ഒരിടത്ത് കത്തിക്കരുത് ദൈവം പറഞ്ഞു. അപ്പൊ പിശാചിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്നതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് സാത്താൻ ചെയ്യുന്നത്. അപ്പോൾ അന്യാരാധനയുടെ ഒരു ഭാഗമാണ് ധൂപം കാണിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ സാത്താന്യ ലോകത്തെ ഇളക്കുന്നതും ആ ദുരാത്മാക്കളെ ആകർഷിക്കുന്നതുമാണ് അത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. പ്രാർത്ഥനയുടെ 5 കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ടാകണം. ആ ധൂപവർഗം നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിയും 5 കാര്യങ്ങളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 5 വസ്തുക്കളെ കൊണ്ടാണ് ആ ധൂപവർഗം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് പുതിയ നിയമ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, പ്രാർത്ഥിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്. പലരും എന്നോട് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലർക്കും, ഞാൻ ഉൾപ്പെടെ നമുക്ക് പലർക്കും ദൈവസേന ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ഏകാഗ്രത കിട്ടത്തില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ ഒരുപാട് ചിന്തകൾ വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏകാഗ്രത കിട്ടത്തില്ല. അപ്പൊ പലരും അത് പറയാറുണ്ട്, പലരും അതെന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പലയിടത്ത് ചെല്ലുമ്പോഴെല്ലാം എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, നമ്മൾ കുറച്ചു നേരം ഇരുന്നേച്ചങ്ങ് പോവുക, അതിനിടയ്ക്ക് സ്തോത്രം പറയുന്നുണ്ടെങ്കിലും പല ചിന്തകളാണ് വരുന്നത്. അന്നേരം ഒരിക്കലും തോന്നരുതാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരും. എന്തെല്ലാം ചിന്തകളാണ് വരുന്നത്. അന്നേരം പിശാച് നമ്മളെ വലയ്ക്കും. നമുക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ, ദൈവമായിട്ടുള്ള ഒരു ബന്ധം കിട്ടത്തില്ല, ഒരു കണക്ഷൻ കിട്ടത്തില്ല. ഒരു ഫോൺ കണക്ഷൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ കണക്ഷൻ കിട്ടണതുപോലെ നമുക്ക് ഒരു ദൈവത്തോടുള്ള ആ ഒരു ബന്ധം കിട്ടുന്നില്ല, ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ അത് കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇച്ചിരി ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ആദ്യം ചെയ്യേണ്ട കാര്യം ശബ്ദത്തിൽ, മനസ്സിൽ ധാനിക്കുകയല്ല. മനസ്സിൽ ധാനിച്ചു കഴിഞ്ഞാൽ 2 സ്തോത്രം പറയുമ്പോൾ 3ാമത്തെ സ്തോത്രത്തിന് തൂക്കിത്തട്ടും, ഉറക്കം വരും. മതി മതി എന്ന് നമ്മളെ കൊണ്ട് പിശാച് പറയിപ്പിക്കും. അപ്പൊ അത് അല്പം സമയമെടുത്ത് സ്തോത്രം ചെയ്യാനായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അപ്പൊ പ്രാർത്ഥന, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തരണേന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥനയ്ക്ക് 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒന്നാമത്തേത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. കുറെ സമയം നമ്മൾ യഥാർത്ഥത്തിൽ സ്തുതിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും, മാറും, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരും. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് ഉരുകും. നമ്മൾ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ആ ബോധം നമുക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എവിടെ വായിച്ചത് ഓർക്കുന്നുണ്ട്. ആ ദൈവദാസനാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു ദൈവദാസൻ എഴുതിയ കാര്യം എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്നത്, പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലം, സ്ഥിരമായൊരു സ്ഥലം വേണമെന്ന്, പ്രാർത്ഥിക്കാൻ ഒരു സമയം നമ്മൾ ക്രമീകരിക്കണമെന്ന്. അപ്പൊ സ്ഥിരമായ ഒരു സ്ഥലവും പ്രാർത്ഥിക്കാൻ ഒരു സമയവും ക്രമീകരിച്ചാൽ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ കർത്താവ് അവിടെ വന്നിരിക്കുക. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം 4 മണിക്ക് ഉണരും. 4 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദിനചര്യ 4 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് സാധാരണഗതിക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അവിടെ കസേരയൊന്നും ഇല്ലാത്തൊരു മുറിയാണ്. അദ്ദേഹം 4 ചുവരുകൾ ചേർന്ന് നടന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നടന്ന് പ്രാർത്ഥിക്കും. എങ്ങനെ ഒത്തിരി രീതിക്ക് പ്രാർത്ഥിക്കാം. നടന്ന് പ്രാർത്ഥിക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, കിടന്ന് പ്രാർത്ഥിക്കുക, അതെല്ലാം വേദോസത്തിനകത്ത് തെളിവുണ്ട്. ഇങ്ങനെയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം നടന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ഒരു 1-2 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ താൻ വചനം ധ്യാനിക്കുന്നതെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പതിവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ദാനിയേലിന് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ദിവസം 3 നേരം പ്രാർത്ഥിക്കാം, പതിവ് പോലെയാണ്. അത് പോരാട്ടം വന്നതുകൊണ്ടും പ്രശ്നം വന്നതുകൊണ്ടും ആ പതിവ് നിർത്തിയില്ല. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്, പ്രാർത്ഥിക്കുന്ന ഒരു സമയം, പ്രാർത്ഥിക്കുന്ന ഒരു ഇടം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, പാതിരാത്രിക്ക് 12-നും 3 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് സാത്താന്യ ശക്തികൾ ഏറ്റവും അധികം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നതും വ്യാപരിക്കുന്നതുമായ സമയം. ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് വലിയ വിടുതൽ. അർദ്ധരാത്രി, ഞാൻ അർദ്ധരാത്രി പ്രാർത്ഥിക്കും.
അർദ്ധരാത്രി പ്രാർത്ഥിച്ച വേറൊരു കൂട്ടരെ നമുക്കറിയാം, പൗലോസും ശീലാസ്. അപ്പോൾ അർദ്ധരാത്രി, ആ അർദ്ധരാത്രിയുടെ യാമം എന്ന് പറയുന്നത് രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ്. സാത്താന്യ ശക്തികൾ തീവ്രമായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ആ യാമം എന്ന് പറയുന്നത്. ആ യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എനിക്ക് വളരെ അനുഭവമാക്കിയിട്ടുള്ള, ഞാൻ മുമ്പ് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ കുറെ നാളുകൊണ്ട് ശരീരത്തിന്റെ ക്ലേശം കൊണ്ടൊന്നും പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല. അതൊരു പതിവായിരുന്നു എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിടുതലുകൾ ലഭിച്ച ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പതിവൊക്കെ നല്ലത്. രാത്രി അർദ്ധരാത്രി 12 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ആ യാമം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്കറിയാം, സാത്താന്യ ശക്തികൾ തകരുവാനിടയായിത്തീരും. സാത്താന്യ ശക്തികളുടെ മേൽ ജയം കിട്ടാനിടയായിത്തീരും. നമുക്ക് കീറാമുട്ടികളായിരിക്കുന്ന പല വിഷയങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പൊ അത് വലിയ കാര്യമാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങും. സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് ഇരുട്ട് മാറി ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കും. രണ്ടാമത്തേത്, ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത്. ഇത് നമ്മൾ സാധാരണ വിട്ടുകളയുന്ന ഒരു കാര്യമാണ്. 103-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. 103-ാം സങ്കീർത്തനത്തിൽ എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമ്മള് കർത്താവ് 1000 കോടി സ്തോത്രം തരുന്നത്, ഒറ്റയടിക്കങ്ങ് 1000 കോടി സ്തോത്രം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല, ഓരോ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഓരോന്ന് എണ്ണി പറഞ്ഞ്, ദാവീദ് അങ്ങനെ പറയുന്നത്, അവൻ നമ്മുടെ അകൃത്യം മോചിച്ചു, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ നന്മകളെ പറഞ്ഞ് സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. അപ്പൊ ദൈവം നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, നന്ദി പറയുക. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വേദവസ്തം പറയുന്നത്. നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. അവർ പോകയിൽ സൗഖ്യമായിരുന്നു. അപ്പോൾ വിവിധ നിലയിലാണ് സൗഖ്യം കിട്ടുക. അന്നേരം കിട്ടുന്ന സൗഖ്യം ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺ ദ സ്പോട്ട് ലഭിക്കുന്ന സൗഖ്യമുണ്ട്. ചില സൗഖ്യങ്ങൾ ഉടനെ കിട്ടത്തില്ല. കർത്താവ് സൗഖ്യമാക്കിയെങ്കിലും അവർ പോകയിൽ സൗഖ്യമായെന്ന് എഴുതിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ചില സൗഖ്യം അങ്ങനെയാണ്, ഉടനെ കിട്ടത്തില്ല. അത് സൗഖ്യം ദൈവം പകർന്നു കഴിഞ്ഞു. അത് നമുക്ക് അനുഭവമാകുന്നത് കുറെ സമയം എടുത്തായിരിക്കും. ഒരുപക്ഷെ ഒരു ദിവസം എടുത്താൽ, 2 ദിവസം എടുത്തായിരിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊല്ലത്തെ ശാരോൻ സഭയില് കർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ 10 കുഷ്ഠരോഗികൾ വന്നെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവര് പോയി, അവരിങ്ങനെ നടന്ന് പോയി. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യമൊന്നുമില്ല. അവരിങ്ങനെ നടന്ന് കൊല്ലത്ത് ബസ് സ്റ്റാൻഡിന്റെ അവിടെ എത്തിയപ്പോഴാണ് അവര് സൗഖ്യമായത്. തൊട്ടടുത്ത വീട്. 9 പേര് വിചാരിച്ചു, ഇനി എന്തിനാ തിരിച്ചു പോകുന്നത്, എന്തായാലും കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്ന സൗഖ്യമില്ല, ഇനി തിരിച്ചു പോകേണ്ട കാര്യമില്ല. എന്നാൽ ഒരുത്തൻ തിരിച്ചുപോയി. വന്ന വഴി അത്രയും തിരിച്ചു കടന്നു. തിരിച്ചു ചെന്നപ്പോഴും കർത്താവ് അവിടെ ഇരിക്കും. അപ്പൊ കർത്താവിനോട് നന്ദി പറഞ്ഞു. കർത്താവ് അത് എടുത്തു പറയും, നമുക്ക് കാണാൻ കഴിയും. 10 പേര് സൗഖ്യമായില്ലേ, 9 പേര് എവിടെ? ഇവനാണ് വന്ന് നന്ദി പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ചെയ്ത ഓരോ നന്മകളെയും ഓർത്ത് നന്ദി പറയണം. നന്ദി പറയുന്നത് വലിയൊരു, അത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ആ സ്വഭാവം ഇല്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് സായിപ്പിട്ട സ്വഭാവമാണ്. അവര് സാധാ എല്ലാറ്റിനും താങ്ക്സ് പറയും, എല്ലാറ്റിനും താങ്ക്സ് പറയും. എന്ത് കാര്യം ചെയ്താലും ഉടനെ ഒരു താങ്ക്സ് പറയുന്ന സ്വഭാവം അവർക്കുണ്ട്. അപ്പോൾ നമ്മളെ ദൈവത്തോട് നന്ദി പറയും. രണ്ടാമത് പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം നന്ദി പറയുക എന്നുള്ളത്. മൂന്നാമത്തെ നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ, നമ്മൾ കർത്താവിന്റെ സന്നിധി വരുന്നതിന് മുമ്പ് ശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തം കൊണ്ട്. ചിലരെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ വല്ല പാപം ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ഒന്നും സാധാരണ രീതിക്കൊന്നും കാണാൻ സാധ്യതയില്ല. പിന്നെ കർത്താവ് നോക്കിയാൽ വല്ല ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. നമ്മൾ എത്ര ശുദ്ധീകരണം പ്രാപിച്ചവരാന്ന് പറഞ്ഞാലും നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, ഇതെല്ലാം നമ്മളെ അശുദ്ധമാക്കുന്നതാണ്.
എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ തലയ്ക്കകത്തൂടെ കയറി പോകുന്നത്. എന്തെല്ലാം ചിന്തകളുണ്ട്. ആ ചിന്തകളായാലും നമ്മെ ഒരുപക്ഷെ അശുദ്ധമാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കും. ദൈവപ്രകാശം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ അശുദ്ധി വെളിവായി വരും. ഞാൻ സാധാരണ അതിനെ പറയാറുള്ള ഉദാഹരണമുണ്ട്. ഇപ്പോഴാണ് ഈ ടെറസൊക്കെ വന്നത്. പണ്ട് കാലത്ത് ഓടും ഓലയൊക്കെ ആയി. ഈ ഓടും ഓലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓലയുടെ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ, ഓല മേഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ ഓലയിൽ ചെറിയ ദ്വാരം വരും. ഈ പ്രകാശം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് പ്രകാശം കട്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ടോർച്ചിന്റെ വെളിച്ചം പോലെ ഈ പ്രകാശത്തിൽ കൂടെ നമ്മുടെ ഇരുട്ടുള്ള മുറിയിലേക്ക് വെളിച്ചം വന്ന് വീഴും. വെളിച്ചത്തിന്റെ ബീം ഇങ്ങനെ തറയിലേക്ക് വരുന്നത് കാണും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. ആ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തുടച്ച് തേച്ച് മിനുക്കി തൂത്തുവാരിയൊക്കെ റെഡിയാക്കിയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ആ ബീം, ആ പ്രകാശം വരുമ്പോൾ അതിനകത്ത് പൊടികൾ ഇങ്ങനെ കറങ്ങി കിടക്കുന്നതാണ്. പൊടിപൊടല്. നഗ്ന നേത്രം കൊണ്ട് കണ്ടില്ല. നമ്മൾ വിചാരിച്ച ഈ മുറി ഒരു കുഴപ്പമില്ല. പക്ഷെ സൂര്യന്റെ പ്രകാശത്തിന്റെ ഒരു കിരണം അകത്തേക്ക് വന്നപ്പോൾ ആ കിരണത്തിനകത്തെ നോക്കുമ്പോൾ എന്തുമാത്രം പൊടിയാണ് ആ പ്രകാശത്തിനകത്ത് കറങ്ങി നടക്കുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൊണ്ട് നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അശുദ്ധികളുണ്ട്. നമുക്കത് ഏറ്റു പറയണം. ഓരോ പ്രാവശ്യവും ദൈവസന്നിധി വരുമ്പോൾ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പോൾ ആ ശുദ്ധീകരണത്തിന് യേശുവിന്റെ രക്തത്താൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടെങ്കിൽ എന്നല്ല, എന്റെ ജീവിതത്തിൽ പാപമുണ്ട്, അത് ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഒരു പ്രാവശ്യം കൂടെ തിരുസിംഹാസനത്തിന്റെ അരികിൽ വരാൻ എന്നെ യോഗ്യയാക്കണമേ നമ്മൾ പറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, കഴുകി വെടിപ്പാക്കും. ഓരോ ദിവസം ഓരോ പ്രാവശ്യം വരുമ്പോഴും അത് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞത്, എനിക്ക് ഒരു പാപത്തെക്കുറിച്ച് ബോധം വന്നില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധി നീതിമാനാകത്തില്ലെന്ന്. സ്വർഗം പോലും ദൈവസന്നിധിയിൽ പരിപൂർണമായി വിശുദ്ധി ഉള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും കഴിയത്തില്ല. ദൈവത്തിന്റെ വിശുദ്ധി അത്ര ഭയങ്കരമാണ്. വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ആ വിശുദ്ധി എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. ആ വിശുദ്ധിയുടെ മുമ്പിൽ നമുക്കൊന്നും പറയാനില്ല. എന്നാൽ നമുക്ക് നമ്മുടേതായ വിശുദ്ധീകരണമില്ല. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് തന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥനയുണ്ടാണ്ട് മൂന്നാമത്തെ കാര്യം നന്ദി പറയുക എന്നുള്ളത്. നാലാമത്തെ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്നുള്ളത്, മധ്യസ്ഥതയാണ്. പ്രൈസ് ദി ലോർഡ്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരും. വലിയ ശക്തനായ കൃപാവരങ്ങൾ ഒന്നിനും കുറവില്ലാത്ത ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. ഒക്കെ സമയത്ത് വചനം കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. അപ്പൊ പരസ്പരം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ മധ്യസ്ഥ അണയ്ക്കണം. അത് വലിയൊരു ജോലിയാണ്, വലിയൊരു കാര്യമാണ്. കാവൽ നിൽക്കുന്നതിന് തുല്യമാണ്. കാവൽ മാടത്തിൽ നിൽക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കുള്ളൂ. അഞ്ചാമതുണ്ടാകേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ആയിട്ട് നമ്മൾ പറയും, കർത്താവേ തരണേ. പ്രൈസ് ദി ലോർഡ്. അത്രയേ ഉള്ളൂ. നമ്മൾ അത് 5 മിനിറ്റ് പ്രാർത്ഥിച്ച് നമ്മൾ സംതൃപ്തരായി എഴുന്നേറ്റ് പോകും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് കുറഞ്ഞത് ഈ 5 കാര്യങ്ങളെങ്കിലും, ഒരു വലത് കൈ നോക്കണം, 5 വിരലുകൾ പോലെ ഈ 5 കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. ആ പ്രാർത്ഥന നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അരമണിക്കൂറോ 3/4 മണിക്കൂറോ പ്രാർത്ഥിക്കാം. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരാളിന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും തീരത്തില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെയാണ്? നമുക്കറിയാവുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കൊല്ലത്ത് കയറി, പിന്നെ എറണാകുളത്തൂടെ കറങ്ങി, ഇങ്ങനെ ഡൽഹിയിൽ കൂടെ കറങ്ങി, കാശ്മീരിൽ കൂടെ കറങ്ങി, അഫ്ഗാനിസ്ഥാനിൽ കൂടെ ഇങ്ങനെ അമേരിക്കയിലൊക്കെ കറങ്ങി, പിന്നെ ഉക്രൈനും റഷ്യയും ചൈനയും ഒക്കെ ഇറങ്ങി പിന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് വരുമ്പോഴും 10 മിനിറ്റേ കഴിയത്തുള്ളൂ. പിന്നെ സമയം കിടക്കും.
ഇത്രയും കറങ്ങിയണമെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ അന്യഭാഷ പറയുന്ന എന്തിനാണെന്ന് നമുക്കറിയാം, വേദോസത്തിൽ കാണുന്നുണ്ട്, ഗുരുതലേനത്തിൽ കാണും. അന്യഭാഷ സംസാരിക്കുന്നവൻ അന്യഭാഷ മനുഷ്യരോടല്ല ദൈവത്തോട് അത്രയും സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ല. ദൈവത്തോട് ആത്മീയമായി സംസാരിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുന്ന ധാരാളം പ്രാർത്ഥിക്കണം. എപ്പോഴാ ശരിക്കും പ്രാർത്ഥന തുടങ്ങുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം, നമ്മൾ കുറെ നേരം ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണുകൾ നനയും, ഹൃദയം ഒരു കണ്ണുകൾ നിറയും. അന്നേരം ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പിന്നെ എത്ര വേണേലും പ്രാർത്ഥിക്കും. പ്രൈസലോട് ആ ഒരു അനുഭവത്തിൽ വന്ന് നിറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. പ്രാർത്ഥന എന്ന് പറയുന്നത് സർവ്വലോകത്തെയും ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ഒരു ഭക്തന് വേണ്ടി ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്നാണ് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. സർവ പ്രപഞ്ചത്തെയും ചലിപ്പിക്കുന്ന ദൈവകരങ്ങളെ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു ഭക്തന് വേണ്ടി ചലിപ്പിക്കാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവത്തെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹം. ആ പ്രാർത്ഥനയിൽ 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, യേശുവിന്റെ രക്തം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ കാര്യം നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. മൂന്നാമത്തേത് ആരാധനയ്ക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കാൻ നമുക്ക് യോഗ്യതയില്ല, പക്ഷേ ആ ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യതയുള്ളൂ. നാലാമത്തേത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നതായ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തോട് നമുക്ക് സമാധാനം. ദൈവത്തോട് സമാധാനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നമ്മെ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. സമാധാനം നമുക്ക് യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചത് സമാധാനമാണ്, പീസ്. 2 നിലയിലാണ് സമാധാനം എന്ന് പറയുന്നത്. ബില്ലി ഗ്രഹാം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പീസ് ഓഫ് ഗോഡ്, ദൈവ സമാധാനം. നമ്മുടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ കാര്യം, നമുക്ക് സമാധാനം കിട്ടും. നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, അത് ലോകം തരുന്ന സമാധാനം, അതാരും നിങ്ങളിൽ നിന്ന് എടുക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു, പീസ് ഓഫ് ഗോഡ്. ഇത് നോക്കിയേ, ആ സമാധാനം നമ്മുടെ ഹൃദയത്തിലുള്ളതാ നമ്മൾ ചഞ്ചലിക്കാത്തതിന്റെ കാരണം. ഇതെല്ലാം വന്നാലും സമാധാനം ഉണ്ടെങ്കിൽ, ദൈവസമാധാനം ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം ചഞ്ചലിക്കത്തില്ല. പ്രശ്നം എത്ര ഉയർന്നാലും നമ്മൾ ചഞ്ചലപ്പെടത്തില്ല, നമ്മൾ ഭയപ്പെടത്തില്ല, നമ്മൾ നിരാശപ്പെടത്തില്ല, നമ്മൾ പരാതി പറയത്തില്ല, നമ്മൾ കുറ്റം പറയത്തില്ല, നമ്മൾ തളർന്നു പോകത്തില്ല, നിരാശപ്പെടത്തില്ല. ആ ദൈവ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വരിക. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, തലയ്ക്ക് മീതെ വെള്ളം വന്നാലും അതുക്ക് മീതെ തോണി എന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തലയ്ക്ക് മീതെ വെള്ളം വന്നാലും അതുക്ക് മീതെ ഒരു തോണിയുണ്ട്. അപ്പൊ അത് വെള്ളം നമ്മളെ മുക്കിക്കളയത്തില്ല. സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് പീസ് ഓഫ് ഗോഡ്. രണ്ടാമത്തേത് ബില്ലി ഗ്രഹാം പറയുന്ന രണ്ടാമത്തെ കാര്യം, പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനം. ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കൽ ദൈവത്തോട് ശത്രുക്കളായി. അപ്പൊ ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മളെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ നിരപ്പിച്ചു, ദൈവവുമായിട്ട് നിരപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് സമാധാനമായി ഇരിപ്പാൻ നമുക്ക് ഇടയായി തീർന്നിരിക്കും. മുമ്പേ ശത്രുക്കളായി,
എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പദവി എന്ന് പറയുന്നത് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത് മിത്രങ്ങളാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്നാൽ ശത്രുക്കളായിരുന്ന നമ്മളെ പുത്രന്മാരാക്കി മാറ്റി എന്ന് പറയുന്നത് എനിക്ക് അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒരു ശത്രുവിനെ പിടിച്ച് മിത്രം എന്ന് പറഞ്ഞാൽ പോട്ടെ, നമുക്കത് ഇച്ചിരി ബുദ്ധിക്കെത്തുന്ന കാര്യമാണ്. എന്നാൽ ശത്രുവായിരുന്ന നമ്മളെ വീണ്ടെടുത്ത് തന്റെ പുത്രന്മാരാക്കിയെന്ന് മാത്രമല്ല, തന്റെ അവകാശികളാക്കി നമ്മളെ മാറ്റിയിരിക്കും. അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് തരുന്ന അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനം. ഒന്ന്, സമാധാനത്തിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പീസ് ഓഫ് ഗോഡ്, ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിൽ തന്നു. ലോകം തരുന്ന സമാധാനമുണ്ട്. ആളുകളെല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നത്, എന്റർടൈൻമെന്റിന് പോകുന്നത് അല്പം സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളുപിടിക്കാൻ പോകുന്നതും മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളാകുന്നതൊക്കെ അതും അതിന്റെ കെട്ടുകെട്ടി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകും. പിന്നെയും അതിന്റെ പുറകെ പോകുന്നു. അപ്പൊ ഏതൊരു കാര്യത്തിന്റെ പുറകിൽ സമാധാനം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അതിന്റെ പുറകെ ഓടുന്നത്. എന്നാൽ അത് ശാശ്വതമായ സമാധാനം തരുന്നതല്ല. മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റു എന്റർടൈൻമെന്റിനോ ഒന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു സ്ഥിരമായ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിൽ തരുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. അങ്ങനെയെങ്കിൽ ലോകത്തിന് തരാൻ കഴിയുന്ന താൽക്കാലികമായ ഇച്ചിരി സമാധാനമുണ്ട്, അതിന്റെ പുറകിൽ മനുഷ്യൻ പോകുന്നത്. എന്നാൽ അതിനെ നിലനിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സമാധാനം, കർത്താവ് നമുക്ക് തരുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സമാധാനത്തിന് മാത്രമേ നമ്മളെ സ്ഥിരമായി നിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ട്, ദൈവത്തോട് നമുക്ക് സമാധാനമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ഈ രണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. അഞ്ചാമതായിട്ട് ദൈവത്തിന്റെ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നതായ കാര്യം, അഞ്ചാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യം ദൈവ സന്നിധിയിലേക്കുള്ള പ്രവേശനം. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. എബ്രായ ലേഖനം വളരെ ആഴമേറിയ ഒരു ലേഖനമാണ്. എബ്രായ ലേഖനം ഇടയ്ക്ക് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. എബ്രായ ലേഖനത്തെ വേദപണ്ഡിതാക്കന്മാർ വിളിക്കുന്നത് അഞ്ചാമത്തെ സുവിശേഷം, ഫിഫ്ത്ത് ഗോസ്പൽ എന്നാണ് ഒരു കൂട്ടം വേദപണ്ഡിതാക്കന്മാർ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. 4 സുവിശേഷങ്ങളുണ്ട്. 4 സുവിശേഷങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. 4 സുവിശേഷങ്ങളിൽ യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നമ്മളെ ഓർപ്പിക്കും. നമ്മളോട് പറയുന്നത് അതാണ്. യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു, അതാണ് 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിന്റെ വളരെ ആഴമേറെ, ലേവ്യ പുസ്തകം പരിചയമുള്ള ഒരാളിന് മാത്രമേ എബ്രായ ലേഖനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതിനോട് ചേർത്ത് ലേവ്യ പുസ്തകം കൂടെ പഠിച്ചെങ്കിലേ എബ്രായ ലേഖനം നമുക്ക് ശരിയായി മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ, അതിൽ എല്ലാം വിശദീകരിച്ചു പോകാൻ ഞാൻ സമയമെടുക്കാതെ ആ വാക്യത്തിന്റെ അർത്ഥം മാത്രം, അതിന്റെ അന്തസത്ത മാത്രം നമുക്ക് പറഞ്ഞു പോകാം. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യം, 19-20 വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ധൈര്യവും, അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ന കർത്താവിന്റെ ദേഹം, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല ഇതിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി, അത് തന്റെ രക്തത്താൽ ലഭിച്ചത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു. ധൈര്യത്തോടെ പ്രവേശിക്കും.
അതിന്റെ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്ക് അതിനോട് ചേർന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അതുകൊണ്ട് 16-ാമത്തെ വാക്യം 4:16 വായിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഇനി ഞാൻ അതൊന്ന് അല്പം ഒന്ന് വിശദീകരിക്കാം. അപ്പൊ അതിന് നമുക്ക് സമാഗമന കൂടാരത്തെ കുറിച്ചൊരു അറിവ്. സമാഗമന കൂടാരത്തിന് 3 തിരശീലകളുണ്ട്. ഒന്ന് കൂടാരവാതിലാണ്. കൂടാരവാതിൽ ഒരാള് അവിടെ വന്നു കഴിഞ്ഞാൽ ആ വാതിൽ ഈ വാതിലുകളെല്ലാം യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ കൂടാരവാതിൽ കഴിഞ്ഞ് അകത്ത് വരുമ്പോഴത്തേക്ക് 2 ഉപകരണങ്ങൾ കാണും. ആദ്യം കാണുന്നത് യാഗപീഠം, പിന്നീട് താമ്രത്തൊട്ടി. ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആ വാതില് കൂടാരവാതിൽ കടന്ന് അകത്തേക്ക് വന്ന് ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് യാഗം അർപ്പിക്കാം. 5 കൂട്ടം യാഗങ്ങളാണുള്ളത്. 5 കൂട്ടം യാഗങ്ങൾ. ദേവ്യ പുസ്തകത്തിന്റെ ആദ്യത്തെ 7-8 അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 5 കൂട്ടം യാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 5 യാഗങ്ങളാണ്. 5 യാഗങ്ങൾ. ഒന്നാമത്തേത് ദേവ്യ പുസ്തകത്തിലെ ക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ യാഗം ഹോമയാഗം, 2-ാമത്തെ യാഗം ഭോജനയാഗം, 3-ാമത്തെ യാഗം സമാധാനയാഗം, 4-ാമത്തെ യാഗം പാപയാഗം, 5-ാമത്തെ യാഗം അകൃത്യയാഗം. ഈ യാഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് രക്തച്ചൊരിച്ചിലുള്ള യാഗങ്ങൾ. 2-ാമത്തേത് രക്തച്ചൊരിച്ചിലില്ലാത്ത യാഗം. രക്തച്ചൊരിച്ചിലുള്ള യാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തച്ചൊരിച്ചിൽ ഇല്ലാത്ത ഒരു യാഗമേ ഉള്ളൂ. അത് ഏത് യാഗം എന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചിലുള്ള മറ്റേ യാഗം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരേ ഒരു യാഗം ഭോജനയാഗം. അവിടെ രക്തച്ചൊരിച്ചിലില്ല, മാവാണ് ആ യാഗവസ്തു. എന്നാൽ ബാക്കി എല്ലാറ്റിനും രക്തച്ചൊരിച്ചിലുണ്ട്. വീണ്ടും ആ യാഗങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ യാഗങ്ങളെ 2ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത് സൗരഭ്യവാസനയായ യാഗങ്ങൾ, 2-ാമത്തേത് സൗരഭ്യവാസന അല്ലാത്ത യാഗം. ഞാൻ ആദ്യം പറഞ്ഞ 3 യാഗങ്ങളോട് കൂടെ കുന്തിരിക്കം കൂടെ അർപ്പിക്കും. അതുകൊണ്ട് ആദ്യത്തെ 3 യാഗങ്ങൾ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഈ 3 യാഗങ്ങളെ സൗരഭ്യവാസനയായ യാഗങ്ങളായിട്ടാണ് കരുതുന്നത്. എല്ലാ യാഗങ്ങളും യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളെയും അത് ബാധിക്കുന്നത്. അപ്പൊ ഈ യാഗം അർപ്പിക്കാൻ വരുന്ന ആളുകൾ ചില യാഗങ്ങൾക്ക് ഈ അർപ്പകന് ഓഹരിയുള്ള യാഗങ്ങളുണ്ട്. അർപ്പകന് ഓഹരി ഇല്ലാത്ത യാഗവും. അർപ്പിക്കുന്ന ആളിന് ഓഹരിയില്ല. ഓഹരിയുള്ള യാഗമാണെന്നുണ്ടെങ്കിൽ ആ ഓഹരിയുള്ള യാഗം അർപ്പിച്ചിട്ട് ആ ഓഹരിയുമായിട്ട് അത് ഭക്ഷിച്ച് സമാധാനത്തോടെ, അല്ലെങ്കിൽ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് യാഗം അർപ്പിച്ചതിൽ സന്തോഷിച്ചു, അത് സ്വീകരിച്ചു എന്നുള്ള സന്തോഷത്തോടെ അവൻ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സാധാരണ യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രാകാരം വരെ. എന്നാൽ ഈ സാധാരണ യഹൂദന് വിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ പറ്റും. വീണ്ടും രണ്ടായിട്ട് ആലയത്തെ പ്രതിനിധീകരിക്കുക. വിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കാണ് കയറാൻ കഴിയുന്നത്? വിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ കഴിയുന്നത് പുരോഹിതന് കയറും. ആ പുരോഹിതന് അവിടെ 3 ഉപകരണങ്ങളുണ്ട്. ആ 3 ഉപകരണങ്ങളിൽ ശുശ്രൂഷ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരശ്ശീലയുടെ മുമ്പിലുള്ളതായ ധൂപപീഠം, അതിന്റെ ഒരു വശത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വശത്ത്, അതിന്റെ മറുവശത്ത് ഒരു നിലവിളക്ക് നമുക്ക് കാണാൻ കഴിയും. അടിപ്പുപണിയായി നിർമ്മിച്ച 7 കവരങ്ങൾ ഉള്ളതായ ഒരു നിലവിളക്ക്. ആ നിലവിളക്കിന് അതിന് അളവൊന്നുമില്ല. അപ്പൊ അത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ധൂപപ്പെടുത്തി ശുശ്രൂഷിക്കാം. കാഴ്ചയപ്പത്തിന്റെ മേശ, അതിൽ ശുശ്രൂഷിക്കാം. അവന് ഈ വിളക്ക് അടിപ്പ് പണിയായി തനി തങ്കം കൊണ്ടുണ്ടാക്കിയതായ നിലവിളക്ക്, ആ നിലവിളക്കിൽ ശുശ്രൂഷിക്കാം. അതിന്റെ തെളിക്കുക എന്നുള്ള ജോലി പുരോഹിതന്റെ ജോലിയാണ്. അപ്പൊ ഈ 3 ഉപകരണങ്ങൾ ശുശ്രൂഷിക്കാൻ ഒരു പുരോഹിതന് സാധിക്കും. അങ്ങനെ നറുക്ക് വീണ് കർത്താവിന്റെ കാലമായപ്പോഴത്തേക്ക് ദാവീദിന്റെ കാലത്ത് ഈ പുരോഹിതന്മാരുടെ എണ്ണം കൂടിയത് കൊണ്ട് 24 കൂറുകളായിട്ട് പുരോഹിതന്മാരെ വേർതിരിച്ചിരുന്നു. 24 കൂറുകൾ. ആ പുതിയ നിയമ സഭയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അത് പിന്നത്തേതിൽ ഓരോ കൂറിന് ചീട്ടിട്ട് നറുക്ക് വീഴുന്ന ആളിന് ഒരാഴ്ച വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാനുള്ള അവകാശം കിട്ടുകയും അങ്ങനെ ക്രമീകരിച്ചിരുന്ന ആ ക്രമീകരണത്തിലാണ്
സെഹര്യാവിന് ആലയത്തിൽ ചെല്ലാനുള്ള നറുക്ക് വീണു. സെഹര്യാവ് മഹാപുരോഹിതനല്ല. ഈ 20 കൂറിലുള്ള ആളിന് നറുക്ക് വീണപ്പോൾ ആ കൂറിലുള്ള ആളിന് ശുശ്രൂഷിക്കാൻ ഒറ്റ ഒരാഴ്ചയേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ശുശ്രൂഷ തേച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അതിനകത്ത് നമുക്കൊരു ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ തികച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം. ഇതുവരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെയുള്ളതെല്ലാം നമ്മുടെ വീടാണെന്ന് കരുതിക്കൊണ്ടിരിക്കരുത്. ഇതെല്ലാം താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്. സ്ഥിരമായിട്ടൊന്നുമില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ശുശ്രൂഷ തികച്ച് വീട്ടിലേക്ക് പോകാനുള്ളൊരു ബദ്ധപ്പാട് ഈ ക്ലാസ് മുഖാന്തരം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു വാഞ്ച ഉണ്ടായിരിക്കണം. ദൈവം ഏൽപ്പിച്ചത് തികയ്ക്കാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തേക്ക് വരാൻ ഒരു പുരോഹിതന് കഴിയും. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാനൊക്കത്തില്ല. ഈ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു തിരശ്ശീലയുണ്ട്. അത് കടന്ന് മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ. അപ്പൊ അവിടെ നീ വന്ന് പുരോഹിതൻ ശുശ്രൂഷിച്ച് മടങ്ങി പോവുക. എന്നാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേറൊരു തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുക. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ പുരോഹിതന് കയറാൻ പറ്റത്തില്ല. പിന്നെ ആർക്കാ കയറാൻ പറ്റുന്നത്? നമുക്കറിയാം. ആർക്കാ കയറാൻ പറ്റുന്നത്? മഹാപുരോഹിതന് മാത്രം. അത് എന്നും കയറാൻ പറ്റും, ആണ്ടിൽ ഒരിക്കൽ മാത്രം. എന്നാ കയറുന്നത്? യഹൂദന്മാർക്ക് ഇസ്രായേലിന് നൽകിയ 7 ഉത്സവങ്ങളുണ്ട്. 7 ഉത്സവങ്ങൾ കർത്താവ് കൽപ്പിച്ചു. എന്തിനാ 7 ഉത്സവം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ യാഗം മുതൽ നിത്യത വരെയുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആ 7 ഉത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ആ 7 ഉത്സവങ്ങൾ നിഴലായിട്ട് നിൽക്കുകയാണ്. എന്താണ് 7 ഉത്സവങ്ങൾ കാണിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ യാഗം തുടങ്ങി നിത്യത വരെയുള്ള ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മുഴുവനും ഈ 7 ഉത്സവങ്ങളിൽ നിഴലായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. 7 ഉത്സവങ്ങൾ മുഴുവൻ അറിയാവുന്നവരുന്ന് കൈ പൊക്കിക്ക്. 7 ഉത്സവങ്ങളൊന്ന് കാണാതെ പറയാൻ പറ്റുന്നവര്. ഇസ്രായേലിന് ദൈവം പഠിപ്പിച്ചു കൊടുത്ത 7 ഉത്സവങ്ങൾ പറയാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ട്? നിങ്ങൾക്ക് പറ്റത്തില്ലേ, ഞാൻ തന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. പിൽക്കാലത്ത് 2 ഉത്സവങ്ങളിലൂടെ ഇസ്രായേലിന് യഹൂദന്മാർ അതിനോട് ചേർത്തു. ദൈവം നൽകിയത് 7 എണ്ണയുണ്ട്. എന്നാൽ പിൽക്കാലത്ത് 2 കൂടെ അതിനോട് കൂട്ടിച്ചേർത്തു. ആ 2 ഉത്സവങ്ങളിൽ ഒന്ന് പൂരീമാണ്. പൂരീം എന്ന് പറയുന്നത് എസ്തേറിൽ കൂടെ ലഭിച്ച യഹൂദന്മാർക്ക് ലഭിച്ച വലിയ രക്ഷയാണ്. അതൊരു ഉത്സവമായിട്ട് പിന്നീട് അവർ മൊർദെഖായിയുടെയും എസ്തേറിന്റെയും കൽപ്പന പ്രകാരം പിന്നീട് അതൊരു ഉത്സവമായിട്ട് ആചരിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 9ാമത്തെ ഉത്സവം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സുവിശേഷം എഴുതിയിരിക്കുന്ന മറ്റൊരു ഉത്സവമുണ്ട്, പ്രതിഷ്ഠോത്സവം എന്ന് പറഞ്ഞ് മറ്റൊരു ഉത്സവം. എന്താണ് ഈ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത്? പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒറ്റ സെന്റൻസിൽ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ദീർഘമായിട്ട് പറയാൻ സമയം എടുക്കുന്നില്ല. മലാഖിയോടുകൂടെ പഴയ നിയമം അവസാനിക്കുന്നു, മത്തായിയോടുകൂടെ പുതിയ നിയമം ആരംഭിക്കുന്നു. നിങ്ങളുടെ വേദോത്സവം മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ പേജിന്റെ വ്യത്യാസമുണ്ട്. എന്നാൽ കാലക്കണക്കനുസരിച്ച് ഈ മലാഖിക്കും മത്തായിക്കും ഇടയ്ക്ക് 400 സംവത്സരങ്ങളുടെ ഒരു ഇടവേളയുണ്ട്. 400 വർഷങ്ങൾ. അതിനെ വേദപണ്ഡിതാക്കന്മാർ വിളിക്കുന്നത് നിശബ്ദതയുടെ 400 സംവത്സരങ്ങൾ എന്ന്. ദ സൈലന്റ് 400 years. പ്രൈസ് ദി ലോർഡ്. ഈ 400 സംവത്സരങ്ങൾക്കകത്ത് നടന്ന കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് ബൈബിളിൽ നമുക്കത് കാണാൻ കഴിയത്തില്ലെങ്കിലും അപ്പോക്രിഫ പുസ്തകങ്ങളിൽ, എല്ലാ അപ്പോക്രിഫ പുസ്തകങ്ങളൊന്നും ശരിയല്ലെങ്കിലും ചില ചരിത്രങ്ങൾ നമുക്ക് അതിനകത്ത് കാണാം. അതിൽ മക്കാബിയൻസ് എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. 1 മക്കാബിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള പുസ്തകങ്ങളുണ്ട് അപ്പോക്രിഫയിൽ. എന്താണ് ഈ മക്കാബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു പോകാം. അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് യെരുശലേമിലെ ദൈവാലയത്തെ അശുദ്ധമാക്കി, പന്നിച്ചോര അർപ്പിച്ചു. അവിടെ റോമ ദേവന്മാർക്ക്, ഗ്രീക്ക് ദേവന്മാർക്ക് അവിടെ യാഗം അർപ്പിക്കാൻ തക്കണം, അശുദ്ധമാക്കി. പന്നിച്ചോര അർപ്പിച്ച് അതിനെ അശുദ്ധമാക്കി. ഈ മക്കാബിയൻസ് എന്ന് പറയുന്ന തീവ്രവാദികളായിട്ടുള്ള കുടുംബക്കാര് അല്ലെങ്കിൽ ആളുകള്, അവര് ഈ അന്ത്യോക്യസ് എപ്പിഫാനസുമായിട്ട് യുദ്ധം ചെയ്ത് ഈ ആലയത്തെ വീണ്ടെടുത്ത് അവര് പ്രതിഷ്ഠിച്ചു. ദൈവത്തിന് വേണ്ടിയിട്ട് വീണ്ടും പ്രതിഷ്ഠിച്ചു. അവിടെ യാഗം വീണ്ടും ആരംഭിച്ചു.
അപ്പൊ അതൊരു ഉത്സവമായിട്ട് പിന്നത്തെ യഹൂദന്മാർ ആചരിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്തൊരു സംഭവം. അപ്പൊ അതാണ് പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത്. അക്കാവിയൻസിന്റെ നേതൃത്വത്തിൽ അവര് ആലയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിനായി വീണ്ടും സമർപ്പിച്ചതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് പിന്നത്തെ ദൈവസന്നിധി പ്രതിഷ്ഠിച്ചതുകൊണ്ട് പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവം കൂടെ അവർക്കുണ്ടായി. പഴയ നിയമത്തിൽ യഥാർത്ഥത്തിൽ 7 ഉത്സവങ്ങളേ ഉള്ളൂ. 7 ത്തിലുള്ള ദൈവിക പദ്ധതി മുഴുവനും നമുക്ക് ഈ ഉത്സവങ്ങളിൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഞാൻ വിചാരിക്കുന്നത് ഇനി അടുത്ത ആഴ്ച ആണെങ്കിൽ ഞാൻ ഉത്സവങ്ങൾ പറയാം. ഇനിയൊക്കെ പറഞ്ഞ് പോയാൽ നമുക്ക് ഈ ഇന്നത്തെ ടോപ്പിക്ക് നിർത്താൻ ആയിട്ട് പ്രയാസം. അപ്പൊ ഇതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ ഒന്ന് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. 7 ഉത്സവങ്ങളിൽ 6ാമത്തെ ഉത്സവമാണ് മഹാപാപപരിഹാര ദിവസം, ദ ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ. 7ാം മാസത്തിൽ, 1ാം മാസത്തിൽ ഒരു ഉത്സവം, 3 ഉത്സവങ്ങളുണ്ട്. 3ാം മാസത്തിൽ ഒരു ഉത്സവമുണ്ട്. 7ാം മാസത്തിൽ അവർക്ക് 3 ഉത്സവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അവർ യോം കിപ്പൂർ എന്ന് എബ്രായ ഭാഷയിൽ വിളിക്കുന്ന ദ ഗ്രേറ്റ് അറ്റോൺമെന്റ് ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മലയാളത്തിൽ മഹാപാപപരിഹാര ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം. അതൊരു വലിയ ഉത്സവമാണ്. ഈ ദിവസം മാത്രം മഹാപുരോഹിതന് തന്റെയും ജനത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുന്ന യാഗം കഴിച്ചിട്ട് ആ യാഗരക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാം. അതിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെ പുറകിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒറ്റ സെന്റൻസിലങ്ങ് പറഞ്ഞ് നിർത്തുക. അപ്പൊ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാവർക്കും കയറാൻ ഒക്കത്തില്ല, മഹാപുരോഹിതന് മാത്രം. അതും ഒറ്റ ദിവസമേ, ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അവിടെ കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പാരമ്പര്യം പറയുന്നത് ഈ മഹാപാപ പരിഹാര ദിവസത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് മഹാപുരോഹിതൻ തന്റെ താമസം ഈ പ്രാകാരത്തിലേക്ക് മാറ്റും. ആ മഹാപാപ പരിഹാര ദിവസം ചെയ്യേണ്ട ശുശ്രൂഷകൾ തെറ്റിക്കൂടാ, തെറ്റുവരാൻ പാടില്ല. തെറ്റിയാൽ മരണമാണ്. അപ്പൊ അതുകൊണ്ട് അത് ആവർത്തിച്ച് ഹൃദിസ്ഥമാക്കും. ഒരു തെറ്റും വരാതിരിക്കാൻ ശ്രമിക്കും. തന്റെയും തന്റെ കുടുംബത്തിന്റെയും ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായിട്ട് യാഗമർപ്പിച്ച ആ യാഗരക്തവുമായി ഒരു കിണ്ണത്തിൽ ഒരു രക്തം എടുത്ത് കളക്ട് ചെയ്തിട്ട് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അവിടെ ഒരു തിരശീലയുണ്ട്, ആ തിരശീലയുടെ കോണൊന്ന് മാറ്റി അകത്തേക്ക് ഭയത്തോടെ വിറയലോടെ കയറുന്നത്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴുക. മനസ്സിലായോ? ഈ മഹാപുരോഹിതന്റെ പൗരോഹിത്യ വസ്ത്രത്തിന്റെ അഗ്രത്ത് ഒരു മണി, ഒരു മാതളനാരക ഇങ്ങനെ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുക. അത് തന്നെയല്ല പാരമ്പര്യം പറയുന്നത് ഒരു കയറ് അരക്കി കെട്ടി വെളിയില് ആളുകൾ പിടിച്ചോണ്ടിരിക്കുന്നത്. മരിച്ചു വീണ് കഴിഞ്ഞാൽ ശബ്ദം നിലയ്ക്കുമ്പോൾ മരിച്ചു പോയെന്നറിയാം. വലിച്ചൊക്കെ വെളിയിലെടുക്കാം. കാരണം അവിടെ അതിനകത്ത് പിന്നെ ആർക്കും കയറി തൊടാനൊക്കെ, തൊടുന്ന ആളും മരിച്ചു. എത്ര പേര് തൊടുന്ന അത്രയും പേര് മരിച്ചു. അപ്പൊ അതുകൊണ്ട് വളരെ ഭയത്തോടെയാണ് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്നിട്ട് തന്റെ കിണ്ണത്തിലുള്ള ആ രക്തം വിരലുകൾ കൊണ്ട് മുക്കി 7 പ്രാവശ്യം കൃപാസനത്തിന്റെ നേരെ തളിക്കും. എന്നിട്ട് പുറകു തിരിയാതെ വന്നതുപോലെ ഇറങ്ങി തിരികെ വന്ന് ജനത്തെ അനുഗ്രഹിക്കും. ഇത് മഹാപാപ പരിഹാര ദിവസത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം ചെല്ലാൻ അവകാശമുണ്ടായിരുന്നതായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആരാധനയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും ചെല്ലാൻ തക്കവണ്ണം ഇടയായി തീർന്നതിന്റെ കാരണം എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല കാൽവരി ക്രൂസിൽ 2ആയി ചിന്തി അവിടെ ജീവനുള്ള ഒരു പുതുവഴി നിർമ്മിക്കപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിനെ ക്രൂശിച്ച ആ ദിവസം, കർത്താവ് ജീവൻ വിടുന്ന സമയത്ത് ഹെരോദാവ് പണിയെഴുപ്പിച്ച 46 സംവത്സരം കൊണ്ട് പണിപ്പിച്ച മനോഹരമായ ആലയത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്ന തിരശ്ശീല താഴേന്ന് മുകളിലോട്ടല്ല, മേൽ മുതൽ അടി വരെ 2ആയി ചീന്തിപ്പോയി.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ചരിത്രം ഞാൻ എവിടെയോ വായിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. ഈ രണ്ട് കാളയെ പൂട്ടി വലിച്ച കീറാത്ത അത്രയും കനമുള്ള തിരശ്ശീലയാണ്, കീറത്തില്ല. അത് ഇനി വേർപാട് നടിച്ചവരില്ല. ആർക്ക് വേണമെങ്കിലും യേശു ക്രിസ്തുവിന്റെ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു കഴിഞ്ഞു. ആ കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് കൊണ്ട് സമയഭേദം കൂടാതെ, ആള് വ്യത്യാസം കൂടാതെ, ഏത് സമയത്തും ദൈവസന്നിധിയിലേക്ക് സഹായത്തിന് കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം കൃപാസനത്തിന്റെ അരികിലേക്ക് വരാൻ ഇനി എല്ലാവരും യോഗ്യരാണെന്ന് ദൈവം പ്രഖ്യാപിച്ചുകൊണ്ട് ആ തിരശ്ശീല മുകളിൽ നിന്ന് രണ്ടായി വലിച്ചു കീറിക്കളഞ്ഞു. ആരാധനയ്ക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമാണ്. ആ രക്തത്തിന്റെ മറവിലാണ് ഈ പുരോഹിതൻ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു കയ്യിൽ കിണ്ണത്തിലെ രക്തമുണ്ട്, മറു കയ്യിൽ ധൂപവർഗം ഇട്ടിരിക്കുന്ന ധൂപവർഗം ഇട്ട് മേഘം പോലെ പൊങ്ങുന്ന പുകയുടെ മറവിലാണ്. അപ്പോൾ ഈ രക്തത്തിന്റെ മറവിലാണ് ഈ മഹാപുരോഹിതൻ നിൽക്കുന്നത്. രക്തത്തിന്റെ മറവിലാണ് നിൽക്കുന്നത്. അതുപോലെ തലമുറകളായി ഈ തിരശ്ശീലയ്ക്ക് നേരെ രക്തം തെളിക്കുന്ന ഒരു പ്രത്യേക കാര്യം കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ സ്ഥലത്തിന്റെ അകത്തേക്കായിരുന്നു ആ തിരശ്ശീല മുതൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള തിരശ്ശീലയുടെ അല്ലെങ്കിൽ ധൂപപീഠം വരെ ഉള്ളതായ ആ സ്ഥലത്ത് വർഷങ്ങളായി രക്തം വീണ ഒരു വഴിയുണ്ട്. രക്തത്തുള്ളികൾ വീണ് കിടക്കുന്ന ഒരു വഴി. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞതുകൊണ്ട് ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആ ദേഹം എന്ന തിരശ്ശീല രണ്ടായി ചീന്തിയത് കൊണ്ട് കൃപാസനത്തിന്റെ അരികിലേക്ക് ഏത് സമയത്തും വരാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ ഒരു കാര്യം കൂടെ അവിടെ പറയാൻ എന്റെ ഹൃദയത്തിനകത്ത് ഉയരുകയാണ്. പഴയ നിയമകാലത്ത്, ആ കാലത്ത് കൃപാസനം ഒന്നേ ഉള്ളൂ, ആലയം ഒന്നേ ഉള്ളൂ. ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിൽ ആളുകൾ ആരാധനയ്ക്കായിട്ട് യെരൂശലേമിൽ വരണം, അല്ലെങ്കിൽ ആലയം ഉള്ളിടത്തോട്ട് വരണം. എവിടെങ്കിലുമൊക്കെ ആരാധിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആലയം ഉള്ളിടത്ത്, കൃപാസനം ഉള്ളിടത്ത്, ആരാധന ഉള്ളിടത്താണ് അവർ വരേണ്ടത്. ഒറ്റ ആലയമേ ഉള്ളൂ, ലോകത്തിൽ ഒരാലയമേ ഉള്ളൂ. ആ ആലയത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത്. സമാഗമന കൂടാരത്തിലേക്ക് വരികയാണ്, ഒരാലയത്തിലേക്ക് വരികയാണ്. എല്ലാവരും അവിടേക്കാണ് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമകാലത്ത് നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നമുക്കറിയാം, 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമ ഭാഷയെ പറഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് കൃപാസനം ഇറങ്ങി വരിക. അന്നത്തെ കാലത്ത് കൃപാസനത്തിന്റെ അരികിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അടുക്കലേക്ക് കൃപാസനം ഇറങ്ങി വരിക. എന്തൊരു എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൃപാസനമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും കൃപാസനം ഇറങ്ങി വന്നിരിക്കുകയാണ്. നിന്റെ ആവശ്യം എന്താണോ, പ്രശ്നം എന്താണോ, പ്രതികൂലം എന്താണോ, അതിന് പരിഹാരം തരുവാൻ തക്കവണ്ണം ശക്തിയേറിയ ദൈവത്തിന്റെ സിംഹാസനം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഭൂമിയിൽ, സ്വർഗം കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ദൈവത്തിന്റെ സിംഹാസനമാണ് കൃപാസനം എന്ന് പറയുന്നത്. അതെല്ലാം വർണ്ണിച്ചു പോകാൻ ഇപ്പോൾ ഞാൻ സമയം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയല്ല. പഴയ നിയമകാലത്ത് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ യെരൂശലേമിൽ പോകേണ്ടി വന്നേനെ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ ആ നിലയിൽ ദൈവത്തെ ആരാധിക്കാനാണെങ്കിൽ അവിടെ പോകേണ്ടി വന്നേനെ. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന ഇടത്തേക്ക് കൃപാസനം ഇറങ്ങി വരികയാണ്. ആ കൃപാസനത്തിന്റെ അരികിൽ നമ്മൾ വരുമ്പോൾ എന്ത് സഹായമാണോ, എന്ത് വിടുതലാണോ, ഏത് പ്രശ്നത്തിനാണോ പരിഹാരം വരേണ്ടത്, ആ പ്രശ്നത്തിന്റെ മേൽ കർത്താവ് ഇന്ന് രാത്രി പരിഹാരം തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കി 2-3 കാര്യങ്ങളുണ്ട്, ഞാൻ എളുപ്പം പറഞ്ഞു നിർത്താം. ഇനി വിശദീകരിച്ച് പോകാൻ ഞാൻ സമയം എടുക്കുന്നില്ല. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. വിശദീകരിച്ച് പറയേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് അതിനകത്ത് നിർത്താം. 6-മതായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ച വേദഭാഗം. 1-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-മത്തെ വാക്യം നമ്മൾ വായിച്ച വേദഭാഗമാണ്. ആ ഭാഗം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. 6-മത്തെ വാക്യം ഇങ്ങനെയാണ്: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച്. അവ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന 6-മത്തെ വാക്യം, രക്തത്താൽ
നമ്മെ സ്നേഹി നമ്മുടെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. അപ്പൊ രക്തം നൽകുന്ന ആറാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് വിടുതൽ. യേശുക്രിസ്തുവിന്റെ രക്തം വിടുതൽ നൽകും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വിടുതൽ തരികയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം. ഈ പഴയ നിയമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രക്തം മനുഷ്യന്റെ മേൽ തളിക്കുന്ന 3 സന്ദർഭങ്ങളുണ്ട്. രക്തം മനുഷ്യന്റെ മേൽ തളിക്കുന്ന 3 സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ ആക്ഷരികമായിട്ട് നമ്മുടെ മേൽ രക്തം തളിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രക്തം നമ്മുടെ മേൽ തളിക്കുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ, ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്, എന്തിനാണ് ഈ ലേഖനം എഴുതുന്നത്, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആർക്കാണ് എഴുതുന്നത് എന്നുള്ളത് 1-ാമത്തെ വാക്യത്തിലുണ്ട്. എന്തിനാണ് എഴുതുന്നത് എന്നുള്ള 2-ാമത്തെ വാക്യത്തിലുണ്ട്. എല്ലാം വായിച്ചു പോകാൻ നേരെയില്ല. എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യം: പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. 2-ാമത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമാണ് മൃതന്മാരായവർക്ക് എഴുതുന്നത്. അപ്പൊ പുതിയ നിയമത്തിൽ ആത്മീയമായി നമ്മുടെ മേൽ യേശുവിന്റെ രക്തം തളിക്കുക. നമ്മള് രക്ഷിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും രക്തം തളിച്ചു? ഇല്ല. സ്നാനപ്പെട്ടപ്പോൾ ആരെങ്കിലും രക്തം തളിച്ചു? ഒട്ടുമില്ല. നിങ്ങൾ സഭായത്തിന് പോകുമ്പോൾ കർത്തൃമേശ എടുക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ മേൽ രക്തം തളിക്കാറുണ്ട്? തീരെയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി അതിനകത്തൊരു വലിയ സന്ദേശമുണ്ട്. പഴയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ എടുത്തു പറയുമ്പോൾ മനസ്സിലാകും. രക്തം അടയാളമുള്ള ഒന്നിനെയും തുടരുത്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുക, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം അടയാളമായിട്ടുണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും തൊടാനൊക്കത്തില്ല, ഒരു ആവിചാര വ്യാപാരത്തിന് തൊടാനൊക്കത്തില്ല, ഒരു മന്ത്രവാദ ശക്തിക്കും തൊടാനൊക്കത്തില്ല, ഒരു പൈശാചിക ബാധയ്ക്കും തൊടാനൊക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ രക്തം അടയാളമായിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ വാഹനത്തെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ വസ്തുവകകളെയും എല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രക്തം തളിക്കുന്ന 3 സന്ദർഭങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം, ഒരു പാപിയുടെ മാനസാന്തരം എങ്ങനെയാണെന്നുള്ളത് അവിടെ വ്യക്തമായി കാണാൻ കഴിയും. അത് മുഴുവൻ അങ്ങനെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് സമയമില്ല. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം. കുഷ്ഠരോഗം എന്ന് പറയുന്നത് ആത്മീയ ഭാഷ പറഞ്ഞാൽ പാപമാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ് കുഷ്ഠരോഗം മാറി ശുദ്ധീകരിക്കപ്പെടുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു പാപിയുടെ മാനസാന്തരം, രക്ഷ എന്ന് പറയുന്നത് ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലുള്ളതാണെങ്കിൽ നമ്മൾ കർത്താവിനായി നമ്മുടെ ഹൃദയം കൊടുത്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാത്താന് തൊടാനൊക്കത്തത്. കഴിയാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് പിശാച് തൊടാതിരിക്കുന്നത്, അടുക്കാൻ കഴിയാതിരിക്കുന്നത്? രക്തമടയാളമുള്ള ഒന്നിനെയും തൊടരുതെന്ന് നിത്യമായ ഒരു കൽപ്പന സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷം ചെയ്യരുതെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ നമുക്കുള്ള വിടുതലിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇനി സമയമില്ലാത്തതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സില് യേശുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നത് വിടുതലാണ്. രക്തത്താലുള്ള വിടുതൽ. ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച, ഭൂതാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് വിടുവിച്ച നമ്മുടെ കർത്താവിന് ഇന്ന് രാത്രി നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഈ ക്ലാസിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.